പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ KGM-CTA ഇന്നു മുതൽ ഒരാഴ്ച എല്ലാ കോഴ്സുകളുടെയും തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക നൽകുക, ആശുപത്രി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. 13 തൊട്ട് ഒരാഴ്ച തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കാനാണ് സംഘടനയുടെ തീരുമാനം. അത് കഴിഞ്ഞ് ഒക്ടോബർ 20, ഒക്ടോബർ 28, നവംബർ 5, നവംബർ 13, നവംബർ 21, നവംബർ 29 തീയതികളിൽ OP പൂർണ്ണമായി ബഹിഷ്കരിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോൺക്ലേവ് 14 തീയതി നടക്കുന്നുണ്ട്. അത് സംഘടന ബഹിഷ്കരിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം വളരെ ന്യായമായതും അത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതുമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനവും ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ KGM-CTA. ഏത് രീതിയിലുള്ള ഒരു സമരമാർഗമാണ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിൽ? രോഹിണി, കഴിഞ്ഞ 3 മാസക്കാലമായി KGM-CTAയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലുമെല്ലാം ചെറിയ ചെറിയ സമരങ്ങൾ അവർ നടത്തിവരികയായിരുന്നു. അതിന് പിന്നാലെയാണ് അതിലും നടപടി ഉണ്ടാകുന്നില്ല. അതായത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സമരങ്ങളെല്ലാം നടത്തിയത്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ, ആശുപത്രി സംരക്ഷണം, അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ KGM-CTA സമരവുമായി രംഗത്ത് വന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനങ്ങളോ നടപടികളോ ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് വീണ്ടും സമരം കടുപ്പിക്കാനുള്ളത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ് ബഹിഷ്കരണം അടക്കമുള്ള നടപടികളിലൂടെ സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് KGM-CTA പറയുന്നത്. അതായത് ഈ ദിവസങ്ങളിൽ ഈ മാസം തന്നെ ഒക്ടോബർ 20, 28, നവംബർ 5, 13, 21, 29 എന്നീ ദിവസങ്ങളിൽ ഈ ക്ലാസുകൾ ബഹിഷ്കരിക്കും. അതോടൊപ്പം തന്നെ നവംബർ 20 മുതൽ റിലേ അടിസ്ഥാനത്തിൽ OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമര നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് KGM-CTA പറയുന്നത്. കാരണം അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം നിൽക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് നിലവിലെത്തിയിരിക്കുന്നത് എന്നാണ് KGM-CTA പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സമര നടപടികളിലേക്ക് KGM-CTA കടക്കുന്നത്. അതുപോലെ ചട്ടപ്പടി നിസ്സഹകരണ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ കൂടി വരുന്നത്. അതിലും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനങ്ങൾ ഈ സമരങ്ങൾ കൊണ്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് KGM-CTA അറിയിക്കുന്നത്. നിലവിൽ പലതരത്തിലുള്ള സമരങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. അതുകൂടാതെയാണ് ഈ നിസ്സഹകരണ സമരങ്ങൾ നടന്നു വരികയാണ്. അതുകൂടാതെയാണ് സമരം ഒന്നുകൂടി കടുപ്പിക്കാൻ KGM-CTA തയ്യാറാകുന്നത്. ശരി, കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, പറയൂ. രോഹിണി, മെഡിക്കൽ കോളേജ് അധ്യാപകരാണ് സമരം കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്നു മുതൽ അവർ സമരം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിലുള്ള ശമ്പള കുടിശ്ശിക ഉടൻ നൽകണം, അതോടൊപ്പം തന്നെ ശമ്പള വർധനവും ആവശ്യപ്പെട്ടുള്ള സമരം, അതോടൊപ്പം തന്നെ തസ്തികകൾ കുറവുണ്ട്, അത് ഉടൻ അടിയന്തരമായി പരിഹരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് കൃത്യമായ നടപടികളോ പരിഹാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പലതവണ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ അടക്കം അവർ നേരിൽ കണ്ട പരാതികൾ നൽകിയിരുന്നു. പക്ഷേ എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം കരിദിനവും അതോടൊപ്പം തന്നെ സൂചനാ സമരവും നടത്തിയിരുന്നു. എന്നിട്ടും ന്യായമായ ആവശ്യങ്ങൾക്ക് ഈ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധ്യാപകർ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സമരം ശക്തമാക്കാൻ ഇപ്പോൾ തുനിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ് നടത്തുക. തുടർച്ചയായി തന്നെ ക്ലാസുകൾ ബഹിഷ്കരിക്കും. അതിനുശേഷം സമരം ശക്തമാക്കും. ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചില്ല എങ്കിലായിരിക്കും സമരം ശക്തമാക്കുക. പിന്നീട് വലിയ രീതിയിൽ OP ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ അവർ നടത്തും എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. ശമ്പള കുടിശ്ശിക വിതരണം, എൻട്രി കേഡർ ശമ്പളക്കുറവ് പരിഹരിക്കൽ, പുതിയ മെഡിക്കൽ കോളേജിൽ തസ്തികകൾ കൂടുതലായി സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഇത് കാലങ്ങളായി ഉന്നയിക്കുന്നു.
പറയുന്നുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടലും നടത്തുന്നില്ല, പൂർണ്ണമായും അവഗണനയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള ശക്തമായ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ സംഘടിപ്പിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോൺക്ലേവ് അടക്കമുള്ളവ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലും സംഘടന എത്തിയിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ പരിപാടികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ബഹിഷ്കരിക്കാനാണ് തീരുമാനം. മറ്റു കൂടുതൽ കാര്യങ്ങൾ സംഘടന സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്, അതിൽ കൈക്കൊള്ളും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.